കൃഷ് ഭഗത് എന്ന 21 വയസ്സുകാരനെ പേസ് ബോളർ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി പന്തെറിയുകയാണ്. ചെന്നൈ സൂപ്പർ കിങ്സ് ടീമിൻ്റെ 16ാമത്തെ ഓവറായിരുന്നു അത്. കൃഷ് ഒരു കിടിലം യോർക്കർ തൊടുത്തു വിടുന്നുണ്ട്. ഫാസ്റ്റ് ബോളിംഗ് ഇതിഹാസമായിരുന്ന ഡെയിൻ സ്റ്റെയിൻ ആ സമയത്ത് കമൻട്രി ബോക്സിലുണ്ടായിരുന്നു. കൃഷറിൻ്റെ പന്തിനെ സ്റ്റെയിൻ ഇപ്രകാരം പ്രശംസിച്ചു: ഇതാണ് ശരിയായ ഡെത്ത് ഓവർ ബോളിംഗ് എന്ന്. ബ്ലാക്ക് ഹോളിൽ ലാൻഡ് ചെയ്ത് പെർഫെക്റ്റ് യോർക്കറാണ് കൃഷ് എറിഞ്ഞിരിക്കുന്നതെന്ന്. പക്ഷേ ആ കഥയിൽ ഒരു വമ്പൻ ടിസ്റ്റ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. കൃഷ് ജന്മം കൊടുത്ത മാജിക്കൽ ഡെലിവറി ബൗണ്ടറിലേക്ക് കുതിച്ചു. ക്രീസിൽ നിലകൊണ്ടിരുന്ന ബാറ്റർ ആ ബോളിനെ ഷോർട്ട് ഹാൻഡ്മാനും പോയിന്റിനും ഇടയിലൂടെ മൃദുവായി തഴുകി വിട്ടു. ബാറ്റർ ബോളറോട് നിശബ്ദമായി സംവാദിക്കുകയായിരുന്നു. കൃഷ് ഉപയോഗിച്ച യോർക്കർ പെർഫെക്റ്റ് ആയിരുന്നുവെങ്കിൽ ഗ്യാപ്പുകൾ കണ്ടെത്താനുള്ള എൻ്റെ സിദ്ധി അതിനേക്കാൾ പെർഫെക്റ്റ് ആണെന്ന്. ആ ബാറ്ററുടെ പേര് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്നായിരുന്നു. 54 പന്തുകളിൽ നിന്നും 101 റൺസാണ് അയാൾ സ്കോർ ചെയ്തത്. ചെന്നൈയുടെ രണ്ടാമത്തെ മികച്ച ടോപ്പ് സ്കോറർ 22 റൺസ് നേടിയ ഋതുരാജ് ഗെയ്ക്വാദ് ആയിരുന്നു. ഒറ്റയാൾ പോരാട്ടമെന്ന സംഗതിയുടെ ക്ലാസിക്കൽ ഉദാഹരണം. ഹാർദിക് പാണ്ഡ്യയുടെ ഒരു ഓവറിൽ 3 ബൗണ്ടറിയും 1 സിക്സറും അടിച്ചുകൊണ്ടാണ് സഞ്ജു എല്ലാം ആരംഭിക്കുന്നത്. മുംബൈയുടെ നായകനെ അയാളുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് സഞ്ജു കീഴടക്കി. അതൊരു മാനസിക യുദ്ധമായിരുന്നു. ഡെത്ത് ഓവറുകളിൽ പന്ത് കയ്യിലെടുക്കാതെ മാറി നിൽക്കുന്ന ഹാർദിക്കിനെയും നമ്മൾ വൈകാതെ കാണുന്നുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസിനെ തകർത്തെറിഞ്ഞിട്ടാണ് അശ്വനി കുമാർ എത്തിയത്. അയാളും സഞ്ജുവിൻ്റെ ടച്ച് ഷോട്ടുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട്. ബുംറയ്ക്കെതിരെ സഞ്ജു പായിച്ച ആ സ്കൂപ്പർ ആർക്കെങ്കിലും മറക്കാനാകുമോ? ബുംറ തുടർച്ചയായി ഫുൾ ലെങ്ത് ഡെലിവറികൾ ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു. സഞ്ജു ബുംറയുടെ മനസ്സ് വായിച്ചെടുത്ത് ഷോട്ട് കളിച്ചുകൊണ്ടേയിരുന്നു. 74 വർഷങ്ങൾ പഴക്കമുള്ള ഒരു വീരകഥ ഈ അവസരത്തിൽ ഓർത്തു പോകുകയാണ്. 1952 രഞ്ജി ട്രോഫി ഫൈനലിൽ മുംബൈ മത്സരിച്ചിരുന്നു. അവരുടെ സ്വന്തം മൈതാനമായിരുന്ന ബ്രോബോൺ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു കളി അരങ്ങേറിയത്. അന്ന് മുംബൈയുടെ എതിരാളികളായിരുന്ന ഹോൾക്കൻ ടീമിന് തലപ്പത്ത് CK നായിഡു ഉണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൻ്റെ ചരിത്രത്തിലെ ആദ്യ ക്യാപ്റ്റൻ എന്ന ബഹുമതി നേടിയ അതേ നായിഡു. മുംബൈ ബോളറായിരുന്ന ദത്ത് പാട്കർ നായിഡുവിനെതിരെ ഒരു ബൗൺസർ എറിഞ്ഞു. പന്ത് മുഖത്ത് തന്നെ കൊള്ളുകയും ചെയ്തു. നായിഡുവിന് മുൻനിരയിൽ ഏതാനും പല്ലുകൾ നഷ്ടമാവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജേഴ്സി അന്നേരം രക്തത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടു. പക്ഷേ നായിഡു പിൻവാങ്ങിയില്ല. പൊരുതി അർദ്ധ സെഞ്ചുറി നേടി. ആ ഇന്നിങ്സ് ഒരു മാതൃകയായിരുന്നു. കടുപ്പമേറിയ മുംബൈ മണ്ണിൽ സന്ദർശകനായ ഒരു ബാറ്റർ എങ്ങനെ അംഗം വെട്ടണമെന്നതിൻ്റെ ഏറ്റവും വലിയ മാതൃക. ഈ വർഷത്തെ മുംബൈ ചെന്നൈ IPL മത്സരം ആരംഭിച്ച രീതി ശ്രദ്ധിക്കുക. ബുംറ ഋതുരാജിനെതിരെ ഒരു ഷോർട്ട് ബോൾ എറിഞ്ഞു. പന്ത് CSK നായകൻ്റെ ഹെൽമെറ്റിൽ ഇടിക്കുകയും ഫിസിയോ വന്ന് കൺകഷൻ ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ബുംറയുടെ ബോൾ ഒരു പ്രസ്താവനയായിരുന്നു. ചെന്നൈ സിംഹക്കൂട്ടിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന വലിയ പ്രസ്താവന. ഋതുരാജ് ചെറിയ സ്കോറിന് പുറത്താകുകയും ചെയ്തു. പക്ഷെ കാര്യങ്ങൾ നിമിഷ നേരം കൊണ്ട് അപ്പാടെ മാറി മറിഞ്ഞു. ബുംറയും പാണ്ഡ്യയും സഞ്ജുവിനെതിരെന്ന ഷോർട്ട് ബോളുകൾ ഗാലറിയിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. ചെന്നൈ വമ്പിച്ച വിജയം നേടി. സഞ്ജു ഒറ്റയ്ക്ക് അടിച്ചുകൂട്ടിയത് 101 റൺസ്. മുംബൈയുടെ 11 പേർ ഒരുമിച്ച് നേടിയത് 104 റൺസ്. അവിശ്വസനീയമെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകുന്നത്. വാങ്കഡയുടെ മധ്യത്തിൽ സഞ്ജു CK നായിഡുവിനെ പോലെ ഗർജിക്കുന്നുണ്ടായിരുന്നു. ഈ ലോകത്തിന്നും അയാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ നായിഡു സഞ്ജുവിനോട് ഇങ്ങനെ പറയുമായിരുന്നു: വെൽ ഡൺ മൈ ബോയ്, ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന്. വിമർശിക്കാൻ മാത്രം വാ തുറന്നിരുന്ന ഈ ലോകം ഇപ്പോൾ സഞ്ജുവിൻ്റെ ഒരു ഉയർത്തെഴുന്നേൽപ്പും കണ്ടാസ്വദിക്കുകയാണ്. മോശം ദിവസത്തെ പോലും അയാൾക്ക് നന്നായി അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട്. നിരാശയുടെ പടുകുഴിയിൽ വീണു പോകുമ്പോഴും ആശ്വാസം നൽകാൻ അയാളുടെ ഇന്നിങ്സുകൾക്ക് കഴിയുന്നുണ്ട്. അതെ, സഞ്ജു സാംസൺ അവസാനിച്ചിട്ടില്ല.